CSI ദേവാലയത്തിലാണ് ഞാനുള്ളത്. നമുക്കിവിടെ കാണാം, ചുമരുകളിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആളുകളുടെ ചിത്രങ്ങളുണ്ട്. ഇനി ഇവർക്ക്, അവരുടെ ഉറ്റ ബന്ധുക്കൾക്ക് ഈ ചിത്രങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവർ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ, അതായത് 2021 നടന്ന ഉരുൾപൊട്ടലിൽ അന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളാണ് മറുതായി രാജൻ എന്ന് പറയുന്ന ആൾ. അന്ന് ഞാനതിൽ നേരിട്ട് കണ്ടുള്ള ഒരാളായിരുന്നു. ആ റിസോർട്ടിനോട് ചേർന്നുള്ള മുകൾ ഭാഗത്ത് അവരും അവരുടെ കുടുംബവും കുടുങ്ങിക്കിടന്നു, കുട്ടികളും ഉൾപ്പെടെ. അങ്ങനെ അന്ന് സൈനികരും അതുപോലെ തന്നെ അന്നത്തെ ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ രക്ഷപ്പെടുത്തിയവരാണ് ഈ മറുതായി, അവരുടെ രാജൻ, അവരുടെ മക്കളൊക്കെ. ഈ കുടുംബത്തിന് മാത്രം 10 പേരെയാണ് നഷ്ടമായിട്ടുള്ളത്. അവരുടെ തമിഴ്നാട്ടിൽ നിന്നും അവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നവരൊക്കെ അവരുടെ തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ബന്ധുക്കളാണ്. നമുക്ക് അവരോട് സംസാരിക്കാം. അവർ വളരെ പ്രതീക്ഷയോടെയാണ്, കാണാതായി എന്ന വിവരമൊക്കെ അറിഞ്ഞിട്ടും വളരെ പ്രതീക്ഷയോടെയായിരുന്നു വന്നിരുന്നത്. എവിടുന്നാണ് വരുന്നത്? வணக்கம். ആരൊക്കെ അതിൽ നഷ്ടമായത്? எங்களுக்கு நஷ்டம்னு சொல்ல பெரிய இழப்பு, பேரிழப்பு இது. இது என்னுடைய தங்கச்சி, என்னுடைய சின்னம்மா, என்னுடைய பேரன்கள், பேத்தியல் எல்லாமே அடங்கியிருக்கிறாங்க. இது அவங்க நாங்கள் 90 வந்தோம், அவங்க 80 இங்கே வந்துட்டாங்க. நாங்கள் ஒரு குறுகிய காலத்தில் தான் நாங்கள் அவங்கள பார்த்து இங்கே இது பண்ணது. அப்படி என்னுடைய உயிர்கள், அப்படி இந்த உயிர்கள் 10 உயிரில் 7 தான் இருக்குது, 3 காணோம். ரொம்ப கஷ்டப்பட்டு வந்தோம். அப்பயும் அன்றைக்கே வந்திருப்போம், வர முடியாதுட்டாங்க. அதில் கொஞ்சம் லேட்டாகி இப்போ பார்க்குறோம். இதுதான் சொல்லுங்கள். ആരെങ്കിലും കണ്ടെത്താൻ പറ്റിയോ? புரியல. കിട്ടിയോ? ഇവരെ തെരഞ്ഞ് കിട്ടിയോ? ബോഡി കിട്ടിയോ? போடி கிட்டே முன்னாடி பார்க்கல பாடி பார்க்கல. ഇവരെയൊക്കെ കണ്ടു കിട്ടാൻ കഴിഞ്ഞോ? ഇവരെ കണ്ടു, எனக்கு தெரியும். கிட்ட தானே பார்த்துட்டு போகணும். അമ്മ ആരെയാ കാണാതായത്? கனவா? ആരൊക്കെയാ அது? அதான் யாருன்னு கேட்குறீங்களா? எங்கள் புருஷனோட எங்கள் தங்கச்சி, சின்னம்மா வீட்டு பிள்ளைங்க, 5 பிள்ளைங்க, எல்லாமே சொந்தக்காரவங்க தான். தாங்கவே முடியாது, கத்தணும் போல இருக்கு. ஒன்றுமே செய்ய முடியாது, பார்த்து கத்தணும் போல இருக்கு. ஒன்றுமே செய்ய முடியாது. நான் தலைகுண்டிலேருந்து வரேன் நான். எங்கள் சின்ன பிள்ளைங்க எல்லாமே അഡ്രസ്സേ ഇല്ലാതെ പോട്ടെ. നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പോലും വാക്കുകളില്ല. ഒറ്റ കുടുംബത്തിലെ 10 പേരെയാണ് ഇവർക്ക് നഷ്ടമായിട്ടുള്ളത്. ഈ ദുരന്ത വിവരമറിഞ്ഞ് തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്നുമാണ് ഈ കുടുംബം ഇങ്ങോട്ടെത്തിയിട്ടുള്ളത്. എല്ലാവരും അടുത്ത ബന്ധുക്കളാണ്. സഹോദരങ്ങളുണ്ട്, സഹോദരിയുടെ മക്കളുണ്ട്, സഹോദരിയുണ്ട്. അങ്ങനെ 10 പേർ. ഇനി ഇവർക്ക് ഓർത്തെടുക്കാനുള്ളത് ഇതുപോലെയുള്ള ചിത്രങ്ങൾ മാത്രമാണ്. ഇതുപോലെയുള്ള രംഗങ്ങളാണ് മേപ്പാടിയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ കാണാനുള്ളത്.